ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. EJKയുടെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡാണ്. എല്ലാവരും മിസ്സാക്കാതെ കാണണം. ഇനി വരുന്ന എപ്പിസോഡ്സും കാണണം. കാരണം ഇനിയാണ് അശ്വിൻ്റെ ജീവിതം മാറി മറിയാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇനി മിക്ക എപ്പിസോഡുകളിലും വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിൽ ആദ്യം കാണിക്കാൻ ശ്രുതിയാണെങ്കിൽ ഉറങ്ങാനായിട്ട് റൂമിലേക്ക് വരുന്ന സമയത്ത് റൂമിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ശ്രുതിയുടെ റൂമേ അല്ലെന്ന് തോന്നിപ്പോയി. ഇപ്പോൾ ആ റൂം കറക്റ്റ് അശ്വിൻ്റെ വീട്ടിൽ കല്യാണത്തിന് മുന്നേ ശ്രുതി ചെല്ലുന്ന സമയത്തുള്ള സെയിം റൂമായിട്ട് തോന്നും. അങ്ങനെ ശ്രുതി നോക്കുമ്പോൾ അശ്വിൻ്റെ ലാപ്ടോപ്പും അശ്വിൻ്റെ സാധനങ്ങളും മാത്രം ആ ഒരു ടേബിളുണ്ട്. ആ ടേബിളിൽ അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ശരിയാണ്, ഞാൻ അയാളുടെ മുറിയിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ് അത് ആരെയും വിഷമിപ്പിച്ചുകൊണ്ടല്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇയാൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. എന്നെ എൻ്റെ വീട്ടുകാരെയും കൊച്ചാക്കുന്നു. അത് മാത്രമല്ല, സോപ്പും ചീപ്പും എല്ലാം വരുത്തിക്കുന്നു. ആൾക്കാരുടെ മുന്നിൽ ഞങ്ങൾ തരം താത്തി കാണിക്കുമല്ലേ ഇയാൾ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും കിട്ടിയ ദിവസം കൊണ്ട് ഇയാൾ സാധാരണ മനുഷ്യരെങ്ങനെ ജീവിക്കുന്നതെന്ന് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അശ്വിനെ ഒരു വഴിയാക്കാൻ ശ്രുതി തീരുമാനിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ആ രസകരമായ ഭാഗങ്ങളൊക്കെ കാണാം. ആ സമയത്ത് അശ്വിൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇത് കണ്ട് ശ്രുതി അശ്വിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അശ്വിൻ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അവിടെ കിടക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ ഒരു ബെഡ്ഷീറ്റും തലയണയും കൊണ്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇന്നാ താഴെ കിടന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അശ്വിനാണെങ്കിൽ ഇങ്ങനെ അടിക്കുവാണ് കൊതുകുകൾ. കാരണം അശ്വിനെ വളഞ്ഞിട്ട് കൊതുക് കുത്തുവാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഒരു ബാറ്റ് എടുത്തുകൊണ്ട് വന്ന് കൊതുകിനെയൊക്കെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അശ്വിൻ്റെ അടുത്തുകൂടെ ചുമ്മാ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, അല്ല, കൊതുകൾക്കറിയില്ലല്ലോ നിങ്ങൾ വലിയ പണക്കാരനായ അശ്വിൻ സായിറാമാണെന്ന്, അതാണ് ഞാൻ കൊതുകുകളെ ഒട്ടിക്കുന്നതെന്ന് പറയുന്നുണ്ട് ശ്രുതി. അശ്വിൻ പറയുന്നുണ്ട്, എന്തായാലും നീ ഇത്ര കഷ്ടപ്പെടണമെന്നൊന്നുമില്ല കൊതുകിനെ അടിച്ച്, ആ വിൻഡോ അങ്ങ് അടച്ചിട്ട് AC ഇട്ടാൽ മതി, അപ്പോഴത്തേക്ക് കൊതുകൊക്കെ പൊക്കോളും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അശ്വിൻ നിലത്ത് കിടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് അശ്വിനെ പേടിപ്പിക്കുന്നതായിട്ട് ശ്രുതി ചുമ്മാ പറയുന്നുണ്ട്, അല്ല കിടക്കുന്നതൊക്കെ കൊള്ളാം, ചുണ്ടലിയുടെ നല്ല ശല്യമുണ്ട് ഇവിടെ. അവസാനം രാവിലെ എണീക്കുമ്പോൾ മൂക്കും ചെവിയൊക്കെ അവിടെ തന്നെ ഉണ്ടോയെന്ന് നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ, വാട്ട്, ചുണ്ടലിയോ, വാട്ട് ദ ഹെൽ, ഇതൊക്കെ എന്താ ഇവിടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അശ്വിനാണെങ്കിൽ ആ തലേണയൊക്കെ എടുത്ത് ഒറ്റ അയക്കും ബെഡിലേക്ക്. എന്നിട്ട് അശ്വിൻ, ഞാൻ എൻ്റെ കാറിൽ പോയി കിടന്നോളാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ആ സമയത്ത് പിന്നെയും ശ്രുതി പറയുന്നുണ്ട്, കാറിലൊക്കെ പോയി കിടക്കുന്നോളാം, നിങ്ങളെ വീട് പോലെയല്ല, ഇവിടെ നിങ്ങൾ അവിടെ ചെന്ന് കിടക്കുന്ന സമയത്ത് ചോദിക്കും എന്താ അവിടെ പോകുന്നതെന്ന്, അപ്പം നിങ്ങൾക്ക് ഉത്തരവുണ്ടെങ്കിൽ പൊക്കോ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അശ്വിനാണെങ്കിൽ ഓടി വന്ന് ആ AC സ്വിച്ച് അങ്ങ് ഓൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആ ഏരിയയിലുള്ള എല്ലാ വീടുകളിലെയും കറണ്ടൊക്കെ പോകുന്നുണ്ട്. അതോടെ ശ്രുതി അശ്വിന് എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ നല്ല ബെസ്റ്റ് സമയം കറണ്ട് പോകാൻ കണ്ടതെന്ന് പറഞ്ഞ് ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് എല്ലാ വീട്ടിലും കറണ്ട് പോയല്ലോ ഈശ്വര എന്ന് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അമ്മയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ, അയ്യോ ഇപ്പം എന്താണോ എന്തോ കറണ്ട് പോയത്, ഭയങ്കര ചൂടുമാണല്ലോ ഇപ്പോൾ, എപ്പോഴോ ഇനി കറണ്ട് വരുന്നത് എന്ന് പറയുന്നുണ്ട് അവർ. ഈ സമയത്ത് അയൽവക്കത്തുള്ള എല്ലാ ആൾക്കാരും വീട്ടിൻ്റെ മുന്നിൽ വന്നിരുന്ന് രാധ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ രാധയും നമ്മുടെ അമ്മ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ തങ്കനങ്ങൾ പറയുന്നുണ്ട്, രാധ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ഇവിടെ AC വെച്ചിട്ടാണ് ഇങ്ങനെ കറണ്ട് പോയതെന്ന്. അപ്പോഴത്തേക്കും ആണെങ്കിൽ KCBയിലുള്ള ഒരാൾ പറയുന്നുണ്ട്, ഇവിടെ 3 ഫേസ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ലോഡ് കൂടി ഫ്യൂസ് അടിച്ചു പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതിൽ ചേച്ചി പറയുന്നുണ്ട്, ആ ഒരു കുന്തിരാണ്ടം കൊണ്ട് വെച്ചതുകൊണ്ടാണ് ഇവിടെ കറണ്ട് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. സമയത്ത് അങ്ങോട്ട് ശ്രുതി അശ്വിനും വരുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ആ KCBക്കാരോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് പവർ സപ്ലൈ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ KCBക്കാർ പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും ഇനിയിപ്പോൾ പറ്റില്ല സാർ, നാളെ എന്തായാലും വരുമെന്ന്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എന്ത് കോമ്പൻസേഷൻ വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നെയ്ബേഴ്സ് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല സാർ, സാറിന് അറിയാത്തതുകൊണ്ടല്ലേ, കുഴപ്പമില്ല, ഞങ്ങൾ ഇന്നിപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അശ്വിൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്, ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നുണ്ട് അവരവരുടെ വീട്ടിലേക്ക്. പിന്നെ ശ്രുതി പറയുന്നുണ്ട്, ഒരു AC കാരണം ഇവിടെ ഉള്ളവർക്കും ഉറങ്ങാൻ പറ്റിയില്ല, ഇപ്പോൾ നാട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ, എനിക്കിന്ന് കാണണം എങ്ങനെയാണ് സാർ ഉറങ്ങുന്നത്. ഇവിടെ കാണിക്കുന്ന അശ്വിനാണെങ്കിൽ ഈ ഷീറ്റ് എടുത്ത് ബെഡിൻ്റെ കറക്റ്റ് നടുക്കായിട്ട് ഇങ്ങനെ നിരത്തി അങ്ങ് വിരിക്കുവാണ്. അപ്പോൾ ഇത് കാണുന്ന ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്താന്ന്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ഈ ബെഡിൻ്റെ ഈ വശത്ത് ഞാനും ഈ വശത്ത് നീ എന്ന് പറയുന്നുണ്ട്. ഇത് കിടന്ന് എൻ്റെ അടുത്തേക്ക് നീ വരെയൊന്നും ചെയ്യലെന്ന്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഓ ലക്ഷ്മണരേഖ ആയിരിക്കുമല്ലേ എന്ന്, സോറി
അശ്വിൻ്റെ രേഖയായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് അശ്വിനാണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് നീ വരില്ലെന്ന്. അപ്പോൾ ശ്രുതി പറയുന്നത് ഇതിൽ തിരിച്ചുണ്ട്, ഞാൻ അപ്പുറത്തെ വശത്ത് സാർ ഇപ്പുറത്തെ വശത്ത്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് നോന്ന്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് ഇതെൻ്റെ ബെഡാണ്, ഞാൻ കിടക്കുന്ന സ്ഥലം ഇപ്പുറമാണ്, ഇപ്പുറത്തെ വശത്ത് ഞാൻ കിടക്കും, അപ്പുറത്ത് ചേച്ചി എന്ന് കിടന്നു അവിടെ നിങ്ങൾ കിടന്നു എന്ന് പറയും. അപ്പോൾ അശ്വിൻ പറയും അത് പറ്റില്ലെന്ന്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ ഗസ്റ്റായി പോയില്ലേ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ അപ്പുറത്ത് കിടന്നോ ഞാൻ ഇപ്പുറത്ത് കിടക്കാം എന്ന് പറയുന്നുണ്ട്. അശ്വിൻ ശ്രുതി ബെഡിൽ കിടക്കും. എന്നിട്ട് ശ്രുതി അടുത്ത് കിടക്കുന്ന കാണുമ്പോൾ അശ്വിൻ തിരിഞ്ഞ് വേറെ സൈഡിലോട്ട് കിടക്കും. അത് കഴിഞ്ഞ് ശ്രുതി ആണെങ്കിൽ ആദ്യമൊക്കെ മനഃപൂർവ്വം അശ്വിൻ്റെ പുറത്തേക്ക് കൈയിട്ട് അപ്പോഴത്തേക്ക് അശ്വിൻ അത് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് കാലിൽ എടുത്ത് പുറത്തിടുമ്പോൾ അതും അശ്വിൻ അങ്ങനെയൊക്കെയോ എടുത്ത് മാറ്റുന്നുണ്ട് ശ്രുതി അറിയാതെ. പക്ഷേ അവസാനം ശ്രുതി ചവിട്ട് കൊടുക്കും. അപ്പോഴും അശ്വിൻ നീങ്ങി നല്ല അറ്റത്തങ്ങ് ചെന്ന് കിടക്കും ബെഡിൻ്റെ. പക്ഷേ അവസാനം നല്ല ഉറക്കമാകുമ്പോൾ ശ്രുതി ഒറ്റ ചവിട്ടങ്ങ് വെച്ച് കൊടുക്കും. ആ ചവിട്ടോട് കൂടി അശ്വിൻ സക്സസ്ഫുള്ളി ബെഡിൽ നിന്ന് താഴേക്ക് ലാൻഡ് ആവുന്നുണ്ട് സുഹൃത്തുക്കളെ. പിന്നീട് അശ്വിൻ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ശ്രുതി നല്ല ഉറക്കമായി ഇനി ഒരു കുഴപ്പമില്ലെന്ന് തോന്നുമ്പോൾ മാത്രം അശ്വിൻ ബെഡിലേക്ക് കയറി കിടക്കുന്നുണ്ട്. എന്നിട്ട് കുറേ കഴിഞ്ഞ് രാവിലെ ആവുന്ന ഒരു സമയമാകുമ്പോൾ ശ്രുതി അശ്വിനെ കെട്ടിപ്പിടിച്ചായിരിക്കും കിടക്കുന്നത്. പക്ഷെ അത് അശ്വിൻ അറിയുന്നില്ലായിരുന്നു. എന്നിട്ട് അശ്വിനായിരിക്കും രാവിലെ ആദ്യം എണീക്കുന്നത്. അശ്വിൻ പതുക്കെ ശ്രുതിയുടെ കൈയെടുത്ത് മാറ്റുന്ന സമയത്ത് ശ്രുതി പെട്ടെന്ന് എണീക്കുന്നുണ്ട്. എന്നിട്ട് അശ്വിൻ ശ്രുതി കണ്ടു എന്നറിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എണീച്ച് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്ത് ശല്യമായിരുന്നു, മനുഷ്യനെ ഒരുപോലെ കണ്ണടയ്ക്കാൻ പോലും നീ സമ്മതിക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഉറങ്ങുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ്, പിന്നെ ഇതൊക്കെ അറിയണമെങ്കിൽ ഭർത്താവും ഭാര്യ എന്തെങ്കിലുമൊക്കെ ബെഡിൽ കിടക്കണ്ടേ. അപ്പോഴത്തേക്കാണെങ്കിൽ അശ്വിൻ ചോദിക്കുന്നുണ്ട് എന്തോന്ന്. അപ്പോഴത്തേക്ക് ശ്രുതി അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിനാണെങ്കിൽ ഇങ്ങനെ ഒരു രൂക്ഷമായ നോട്ടം നോക്കിയിട്ട് അശ്വിൻ അങ്ങ് പോകുന്നുണ്ട്. അശ്വിനാണെങ്കിൽ എന്നിട്ട് ജോഗിങ്ങിനുള്ള ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് പുറത്തേക്ക്. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആൻറ്റി ഞാൻ ജോഗിങ്ങിന് പോകുമെന്ന്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഓടി വന്നിട്ട് പിന്നെ അശ്വിൻ ചൊടിപ്പിക്കാനായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ആൻറ്റി എന്നല്ല അമ്മയെന്ന് വിളിക്കണം എന്ന്. അപ്പോൾ അശ്വിൻ ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അശ്വിൻ പുറത്തേക്ക് ഇങ്ങനെ റോഡിൽ കൂടെ ജോഗിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തങ്കരങ്ങനെ കാണും. അങ്ങനെ തങ്കരങ്ങൾ ചോദിക്കുന്നുണ്ട് മോൻ ഓട്ടത്തിന് പോകുമായിരിക്കും അല്ലേ എന്ന്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അതേ ജോഗിങ്ങിന് പോവാന്ന്. അപ്പോൾ തങ്കനങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ വരുന്ന മോനെന്ന്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അതിന് സമയമില്ലെന്ന്. ആ സമയത്ത് അവിടെ പുഷപ്പ് എടുത്തുകൊണ്ട് നിൽക്കുന്ന 2 ചെറുക്കന്മാർ അശ്വിനോട് പറയും സാർ ഇവിടെ വന്ന് പുഷപ്പ് എടുക്കുക, ഒരു 25 ചെയ്താൽ മതി, അല്ലാതെ ഈ ഓടുന്നതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും തങ്കനങ്ങൾ പറയുന്നുണ്ട് എടാ മിണ്ടായിരേടാ, നിനക്ക് അറിഞ്ഞുകൂടാ ആരാ ഇതെന്ന്, തലത്തിനൊത്ത് പോയി സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അശ്വിൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയണ്ട, പിന്നെ അവർ ചലഞ്ച് ചെയ്തതല്ലേ, നമുക്കൊന്ന് നോക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ അങ്ങോട്ട് സ്ലോ മോഷനിൽ നടക്കുന്ന വെച്ചാണ് എപ്പിസോഡ് തീരുന്നത്. നാളത്തെ എപ്പിസോഡ് ഇതിലും കിടിലമായിരിക്കും. നാളത്തെ എപ്പിസോഡിലാണ് ശ്രുതി അശ്വിനെ കുളിപ്പിക്കുന്നതും ഒക്കെ ഉള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴും വ്യൂസേ ഉള്ളൂ, സബ്സ്ക്രിപ്ഷൻ കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എന്നും എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.